നാവികസേനയിൽ നിന്നുള്ള കൂടുതൽ വിവരങ്ങളുമായി ബിനിൽ കൊച്ചിയിൽ നിന്ന് ചേരുന്നുണ്ട്. ബിനിൽ, വളരെ ഏറ്റവും സുപ്രധാനമായ ഒരു സമയത്തൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. കാരണം ഇത്രയേറെ ദിവസങ്ങൾ നീണ്ട ഒരു ദൗത്യമാണ്. അതിൽ ഒരു പ്രതീക്ഷയുടെ ഒരു കിരണം എന്നത് ഇന്ന് ഈ നിമിഷത്തിൽ തന്നെയാണ്. നാവികസേനയിൽ നിന്ന് പുതിയതായുള്ള വിവരങ്ങൾ, ഇന്ന് ആ പരിശോധനാ സാധ്യതകൾ ഉണ്ടോ, എന്താണ് അവർ പറയുന്നത്? ദിവിഷ, ഏറ്റവും പ്രധാനപ്പെട്ട വിവരമായി ഇപ്പോൾ നമുക്ക് പുതുതായി നൽകാനുള്ളത് ഈ കോണ്ടാക്ട് 1 പോയിന്റ്, അതായത് ഈ ലോറി എന്ന് സംശയിക്കുന്നത് കിടക്കുന്ന ഭാഗം, അത് നേരത്തെ സോണാർ സിസ്റ്റത്തിലൂടെ കണ്ടെത്തിയ ആ ഭാഗം എന്നത് കരയിൽ നിന്ന്, അതായത് റോഡിൻ്റെ ഭാഗത്ത് നിന്ന് ഏതാണ്ട് 20 മീറ്ററോളം മാറി പുഴയിലാണ് എന്നതാണ് ഇപ്പോൾ സ്ഥിരീകരിക്കപ്പെടുന്നത്. ഇപ്പോൾ അവിടെ നമുക്ക് കാണാം ഈ പുഴയുടെ കരയിൽ ഇടിഞ്ഞിരിക്കുന്ന മണ്ണൊക്കെ മാറ്റുന്നത്. അത് ശരിക്കും അവിടുത്തെ ഒഴുക്ക് നിയന്ത്രിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു ശ്രമമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിശക്തമായ ഒഴുക്കാണ് ആ നദിയിലുള്ളത്. അതുകൊണ്ട് തന്നെ ഈ ഡീപ് സീ ഡൈവേഴ്സിന് താഴത്തേക്ക് പോകുന്നതിന് പല തടസ്സങ്ങളുമുണ്ട്. അത് പരമാവധി കുറയ്ക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങളൊക്കെ തന്നെയാണ് അതിൻ്റെ കരയിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്നത് ഏറ്റവും സാധ്യത കൽപ്പിക്കുന്ന ഭാഗം എന്നത് കരയിൽ നിന്ന് ഏതാണ്ട് 20 മീറ്ററോളം പുഴയിലേക്ക് കടന്നിട്ടാണ് ഈ ലോറി എന്ന് സംശയിക്കുന്ന ലോഹവസ്തു അത് കണ്ടെത്തിയിരിക്കുന്നത്. നദിയിൽ ഏതാണ്ട് 15 മീറ്റർ താഴെയാണ്. അത്രയും താഴെ പോയി വേണം ഡീപ് ഡൈവേഴ്സിന് അത് ലോറിയാണോ എന്നത് കാര്യത്തിൽ പൂർണ്ണമായൊരു സ്ഥിരീകരണം നടത്തി പുറത്തേക്ക് വരാൻ. അതുകൊണ്ട് അവിടെ ആ ഒഴുക്കൊക്കെ ക്രമീകരിക്കുന്നതിനുള്ള നടപടികളിലേക്കാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. നാവികസേനയുടെ ഡീപ് സീ ഡൈവേഴ്സ് സുസജ്ജമായി അവിടെ തന്നെയുണ്ട്. അവർ കഴിഞ്ഞ ദിവസങ്ങളിലുമൊക്കെ നിതാന്തമായ ഒരു പരിശ്രമത്തിൽ തന്നെയായിരുന്നു. പക്ഷേ ആ പുഴയുടെ ഒഴുക്ക് നമുക്കറിയാം. അതോടൊപ്പം തന്നെ നമ്മുടെ ആകാശ ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാകുന്ന ചില കാര്യങ്ങളുണ്ട്. അതായത് ആ പുഴ കലങ്ങി മറിഞ്ഞാണ് ഒഴുകുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഡീപ് സീ ഡൈവേഴ്സിന് താഴേക്ക് പോകുമ്പോൾ അവർക്ക് കാഴ്ച തീരെ ഇല്ലാത്ത അവസ്ഥയാണ്. അതുകൊണ്ട് തന്നെയാണ് ഒരുപാട് വെല്ലുവിളികൾ അവർ നേരിട്ട് കൊണ്ടിരുന്നത്. ഇപ്പോൾ നിർണായകമായ ആ പോയിന്റിലേക്ക് വരുമ്പോൾ ആ ലോറി എന്ന് സംശയിക്കുന്ന വസ്തു കിടക്കുന്ന ഭാഗം അത് കരയിൽ നിന്ന് ഏതാണ്ട് 20 മീറ്റർ മാറി പുഴയിൽ 15 മീറ്റർ താഴെയാണ് എന്നതാണ് സ്ഥിരീകരിക്കപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ആ ഒഴുക്ക് ഒന്ന് ക്രമീകരിച്ചു കഴിഞ്ഞാൽ അങ്ങോട്ടേക്ക് നേവിയുടെ ഡീപ് സീ ഡൈവേഴ്സ് മുങ്ങിത്താഴും. അവർ ഈ ഭാഗത്തെത്തി കൃത്യമായൊരു പരിശോധന നടത്തും. ഇതിൽ അധികം വൈകാതെ തന്നെ ഒരു സ്ഥിരീകരണത്തിലേക്ക് പോകാൻ കഴിയുമെന്ന പ്രതീക്ഷ തന്നെയാണ് അവർക്കുള്ളത്. കാരണം അവർ അടിത്തട്ടിലേക്ക് പോയി അത് ലോറി തന്നെയാണ് എന്ന കാര്യത്തിൽ ഔദ്യോഗികമായ ഒരു സ്ഥിരീകരണം ഇനി നമുക്ക് ലഭിക്കേണ്ടത് നാവികസേനയുടെ ഭാഗത്ത് നിന്നാണ്. കർണാടക സർക്കാർ അവിടെ ഒരു ട്രക്ക് ഉണ്ട് എന്ന കാര്യം അവരുടെ മന്ത്രിയൊക്കെ സ്ഥിരീകരിക്കുന്നുണ്ട്. പക്ഷേ അത് ഈ നാവികസേന പുറത്തുവിട്ട ദൃശ്യങ്ങളുടെ ചുവട് പിടിച്ചുള്ള സ്ഥിരീകരണമാണ്. പക്ഷേ നാവികസേനയുടെ മുങ്ങൽ വിദഗ്ധർ ഡീപ് സീ ഡൈവേഴ്സ് അവർ താഴേക്ക് പോയി അവർ തന്നെയാണ് ഇത് സ്ഥിരീകരിക്കേണ്ടത്. ഇത് അർജുൻ ഓടിച്ചിരുന്ന ട്രക്കാണോ ഇല്ലയോ എന്ന കാര്യം ഒരു നീക്കത്തിലേക്കാണ് ഇനി നാവികസേനയ്ക്ക് പോകാനുള്ളത്. അതിനുവേണ്ടിയുള്ള എല്ലാ തയ്യാറെടുപ്പുകളുമാണ് ഇപ്പോൾ ഗംഗാവാലി പുഴയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ശരി, ബിന്നിലാണ് കൊച്ചിയിൽ നിന്നുള്ള വിവരങ്ങൾ വളരെ വിശദമായി നൽകുന്നത്. നാവികസേന നൽകിയ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ, എന്തായാലും നാവികസേന പുറത്തുവിട്ട ഈ വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് കർണാടക സർക്കാർ കൃഷ്ണ ബൈരഗൌഡെ, അദ്ദേഹം അവിടുത്തെ റവന്യൂ മന്ത്രിയാണ്, അദ്ദേഹം ഈ കാര്യം ഔദ്യോഗികമായി അറിയിക്കുന്നത്. ഇപ്പോൾ പോലീസിനെ ഉദ്ധരിച്ചുകൊണ്ട് നേരത്തെ ശ്രീധരൻ നമ്മളോട് പറഞ്ഞത് അത് അർജുൻ്റെ വാഹനം തന്നെയാണ് എന്ന് കർണാടക പോലീസിൽ നിന്ന് വിവരം കിട്ടുന്നുവെന്നാണ്. അതായത് ഈ കരയിൽ നിന്ന് ഏകദേശം 20 മീറ്റർ ഉള്ളിലേക്ക് നദിയിലാണ് ഈ വാഹനം ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്. പക്ഷേ നേരത്തെ ബിന്നിൽ സൂചിപ്പിച്ച പോലെ വളരെ ദുഷ്കരമാണ്. അതിന് അടിയിലേക്ക് മുങ്ങിത്താണുകൊണ്ട് ഈ വാഹനം അതാണോ എന്ന് ഉറപ്പിക്കുക എന്നത് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ പ്രായോഗികമായ ഒരു കാര്യമല്ല എന്നാണ് വ്യക്തമാകുന്നത്.